നെൽക്കതിരും മണികളുമെല്ലാം ചേർത്ത് വെച്ചുള്ള കതിർക്കൂടുകൾ ഐശ്വര്യ സൂചകമായി വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നമ്മൾ ചെയ്തു വെക്കാറുണ്ട്. എന്നാൽ കതിർക്കൂട് നിർമ്മാണം തലവര തന്നെ മാറ്റിയ ഒരു കുടുംബശ്രീക്കാരെ പരിചയപ്പെടണ്ടേ? പാലക്കാട് വടക്കഞ്ചേരിയിലാണ് ഇവരുള്ളത്. അവരെ പറ്റി ഒന്ന് അറിയാം. ൽ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ് സംഗമം കുടുംബശ്രീയിലെ വനിതകൾ കതിർക്കൂട് നിർമ്മാണം. പ്രത്യേക പരിശീലനം കിട്ടിയ ഇവർ ഏറെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശേഷമാണ് ഇവ നിർമ്മിച്ചു നൽകുന്നത്. നെൽക്കതിരുകൾ ശേഖരിച്ച് വെയിലത്തും മഞ്ഞത്തും പ്രത്യേകമിട്ട് ഉണക്കിയെടുത്താണ് കതിർക്കൂടുകളുടെ നിർമ്മാണം. അന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ സംരംഭം ഇന്ന് കടൽ കടന്നും പ്രസിദ്ധമായി കഴിഞ്ഞു. എറണാകുളത്ത് നിന്ന് ഷേണായി പറഞ്ഞിട്ടൊരു ഒരാളെ കൂട്ടിയിട്ട് വന്ന് അവർ ഈ കതിർക്കൂട് നിർമ്മാണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ അവരൊരു 15 ദിവസം ഇവിടെ തന്നെ താമസിച്ച് ഞങ്ങൾക്ക് ഈ കതിർക്കൂട് നിർമ്മാണത്തിനെക്കുറിച്ച്, അതിനെ ഏത് കതിരെടുക്കണം, എങ്ങനെ മെടയണം എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കതിർക്കൂട് നിർമ്മാണത്തെ പഠിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു സംരംഭമായിരുന്നു. നടൻ മമ്മൂട്ടി വരെ ഇവരിൽ നിന്ന് കതിർക്കൂട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് വീടിന്റെ ഐശ്വര്യത്തിനാണ് കതിർക്കൂട് തൂക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആഡംബരത്തിന്റെ പ്രതീകം കൂടിയാണിവ. വിദേശത്തേക്കും പോകുന്നുണ്ട്. ദുബായിൽ, അമേരിക്കയ്ക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇത് കണ്ടിട്ട് മന്ത്രിമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തയച്ചിട്ടുണ്ട്. നമ്മുടെ ആക്ടർ ശ്രീ മമ്മൂട്ടി സാറിനൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ഏർപ്പെടുത്തിയ മികച്ച പാരമ്പര്യ സംരംഭത്തിനുള്ള അവാർഡിനും തങ്ങളുടെ കതിർക്കൂട് നിർമ്മാണം അർഹമായതിന്റെ ത്രില്ലിലാണ് കുടുംബശ്രീയിലെ അമ്മമാർ. ഒരു മനുഷ്യായുസ് നിലനിൽക്കുന്നവയാണ് ഈ കതിർക്കൂടുകൾ എന്നാണ് പറയുന്നത്. സംഗതി ഹിറ്റായതോടെ വിദേശ രാജ്യങ്ങളിൽ വരെ കുടുംബശ്രീക്കാരുടെ ഈ കതിർക്കൂടിന് ഇപ്പോൾ ആവശ്യക്കാരുണ്ട്. അനൂപിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. കഴിയുന്നവരെല്ലാം ഒരു കതിർക്കൂട് വാങ്ങിച്ച് വീട്ടിൽ തൂക്കുക. ചിലപ്പോൾ ഐശ്വര്യം ഏത് വഴിയാണ് കയറി വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ.